ഇറാൻ അമേരിക്ക ചർച്ച വീണ്ടും നടന്നേക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രണ്ടാം ഘട്ട ചർച്ച വ്യാഴാഴ്ച നടന്നേക്കുമെന്നാണ് സൂചന. ഇസ്ലാമാബാദ് തന്നെ വേദിയാകുമെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുമ്പോഴും ശുഭസൂചനകളുടെ വാർത്തകളാണ് പുറത്തുവരുന്നത്. 2 ദിവസത്തിനുള്ളിൽ വീണ്ടും സമവായ ചർച്ചകൾ തുടങ്ങുന്നു. പാകിസ്ഥാനിൽ ചർച്ചകൾക്ക് പോകാൻ താൽപര്യമുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധം അവസാനത്തോട് അടുക്കുകയാണെന്നും ഇരുപക്ഷവും തമ്മിലുള്ള പുതിയ സമാധാന ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നും ട്രംപിന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമായി. അമേരിക്ക ഒരു സാധ്യതയും അവസാനിപ്പിച്ചിട്ടില്ലെന്നും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമാബാദിൽ നടന്ന ആദ്യ ചർച്ചയിൽ ഇറാനും യുഎസും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിൽ പുരോഗതി ഉണ്ടായെന്നാണ് ഇരുപക്ഷവും പ്രതികരിച്ചത്. എന്നാൽ ചർച്ച പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗിക പ്രതികരണമായിട്ടില്ല. അതേസമയം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ പരിഹാരം കാണാൻ കഴിയുന്ന അത്ര ലളിതമല്ല അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് പ്രതികരിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണം മരവിപ്പിക്കേണ്ട കാലാവധിയെ ചൊല്ലിയാണ് ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടത്. തുടർന്ന് ഇറാൻ തുറമുഖങ്ങൾക്ക് യുഎസ് ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. ഒരു കപ്പൽ പോലും ഹോർമുസ് കടന്നില്ലെന്നും 6 വാണിജ്യ കപ്പലുകൾ മടങ്ങിപ്പോയെന്നും യുഎസ് അറിയിച്ചു. അതേസമയം ഹോർമുസിലെ യുഎസ് ഉപരോധത്തിനെതിരെ ചൈന രംഗത്ത് വന്നു. അമേരിക്കയുടെ നടപടി അപകടകരവും ഉത്തരവാദിത്വവും ഇല്ലാത്തതെന്ന് ചൈന കുറ്റപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.